കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവിടെ നിന്നപ്പം മാറിക്കളഞ്ഞത്. ഒന്ന്, എൻ്റെ ഒരടി കൊണ്ടാൽ അവൻ അപ്പം ചത്തുപോകും. അങ്ങനെ അവൻ ചത്താൽ അവിടെ താമസിക്കുന്ന രൂപയെ അത് കുഴപ്പത്തിലാക്കും. 3, ഒരു നിമിഷം എനിക്കൊരു സംശയം തോന്നി, അവൻ രൂപയുടെ ബന്ധുവോ മറ്റോ ആണോ എന്ന്. ആരാണവൻ? അവരെ അവൻ എന്തിനു തല്ലി? അവന്റെ പേര് കിരൺ. അത്രേ സാറിപ്പം മനസ്സിലാക്കിയ മതി. ഓക്കെ, അത് പോട്ടെ. രൂപ എന്തിനാണ് പെട്ടെന്ന് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത്? കുറച്ചു ദിവസം കഴിഞ്ഞാലും വലിയൊരു തുകയുടെ പോളിസി എടുത്ത് രൂപയെ സഹായിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. സാറിന്റെ പോളിസി കിട്ടിയാലും ഇനി എനിക്ക് എന്റെ ടാർഗറ്റ് തികയ്ക്കാനാവും തോന്നുന്നില്ല. എങ്കിൽ ടാർഗറ്റ് തികക്കാൻ പറ്റുന്ന പോളിസി ഞാൻ എടുക്കാം. രൂപയപ്പ എന്റെ സുഹൃത്താണല്ലോ. അത് മാത്രമല്ല സാർ, വേറെയുമുണ്ട് പ്രശ്നങ്ങൾ. ഞാൻ ചെന്നൈയിലോ ബാംഗ്ലൂരോ മറ്റോ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അയ്യോ, വേറെ വഴിയില്ല സാർ. എന്ത് പറ്റി രൂപ? എന്തിനാ കരയുന്നത്? പറയൂ. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇന്ന് ഇന്ത്യയിലില്ല. കരയാതെ കാര്യം പറയൂ. വാടക കൊടുക്കാൻ പറ്റുന്നില്ല. സ്കൂട്ടറിന്റെ EMI അടയ്ക്കാൻ പറ്റുന്നില്ല. ഗ്രേസ് ചേച്ചിക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് കിട്ടുന്ന സാലറിയും ഇൻസെന്റീവും ഒക്കെ അവൻ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. കിരൺ. ഇക്കാര്യം അപ്പൊ എന്നോട് പറയാമായിരുന്നില്ലേ? അവിടെ വെച്ച് തന്നെ അവന്റെ കഥ ഞാൻ കഴിച്ചേനെ. അവൻ എന്താ രൂപയുമായി ബന്ധം? എന്റെ അച്ഛനും കിരണിന്റെ അച്ഛനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 12 ലക്ഷത്തോളം രൂപ അച്ഛൻ കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ചൊക്കെ ഞാൻ വീട്ടി. ബാക്കിയുള്ള 10 ലക്ഷത്തിന് വേണ്ടിയായിപ്പോ. ആ ചെറ്റക്കെന്താ ജോലി? സാർ കണ്ടില്ലേ, അതൊക്കെ തന്നെ ജോലി. ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ രൂപ ചെന്നൈയിലും ബാംഗ്ലൂരും ഒന്നും പോകേണ്ടി വരില്ല. ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് താമസം മാറ്റിക്കും. അവന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. ഇൻഷുറൻസിലെ ജോലി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. രൂപയെ ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു. എത്ര ശമ്പളം വേണം? സാർ, എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ. എന്തിനാണ് സാർ എന്നെ പോലുള്ള ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? രൂപ ഇപ്പോ എനിക്ക് വെറും ഒരാളല്ല. എന്റെ സൗഹൃദത്തിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് രൂപയ്ക്ക് അറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അതറിയാനുള്ളതാണ്. താൻ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോടോ. അവളുടെ വീക്കൻസ് തന്നെ കയറി പിടിച്ചു. മിടുക്കൻ. ഇക്കാര്യത്തിൽ ആരാ എന്റെ ഗുരു? ഗുരു ശിഷ്യനും ഒക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം അവളെ രഹസ്യമായിട്ട് താമസിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കും. അവിടെയാണ് ഒരു അടി പറ്റിയത് ഓനച്ച. എല്ലാം ഒത്തൊരു വീട് ആ ബ്രോക്കർ ഏർപ്പാട് ചെയ്തതായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഹൗസ് ഓണർക്ക് എന്തോ ഡൗട്ട് അടിച്ചു. തന്റെ ആക്രാന്തം കണ്ടപ്പോ സെറ്റപ്പ് കേസാന്ന് അയാൾക്ക് മനസ്സിലായി. അതെ, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നു. ഇനിയിപ്പോ പെട്ടെന്നൊരു വീട് തപ്പിയെടുക്കാൻ പ്രയാസാണ്. ഹോസ്റ്റലിലാക്കാന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരുപാട് നിയമങ്ങളാ. കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അതിനല്ലല്ലോ നമ്മളിത്. പിന്നിപ്പോ എന്ത് ചെയ്യും? അല്ല, തൽക്കാലം ഓനച്ചന്റെ ഇവിടെ നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെയോ? ഏറിയാലൊരു 2 ദിവസം. അപ്പോഴേക്കും ഞാൻ അതെനിക്കൊരു ചീത്തപ്പേരാവില്ലയോ അശോക? അതെങ്ങനെ? ഭാര്യയോ മക്കളോ പെട്ടെന്ന് വന്ന് കയറിയാൽ അവരെ പെട്ടെന്ന് ഫോൺ വിളിച്ച് പറ വേളാങ്കണ്ണിയിലോ എടത്താപ്പള്ളി പെരുന്നാളിലോ പോവുകയാണെന്ന്. തനിക്ക് വളം വെച്ച് തരുകയും ചെയ്തു, കാര്യങ്ങൾ ഇവിടം വരെ എത്തുകയും ചെയ്തു, പാതി വഴിക്ക് കൈവിട്ട് ഒഴിയാന്ന്. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കൈ കിട്ടുകയും ചെയ്യും. വരുന്നിടത്ത് വെച്ച് കാണാം. വരാൻ പറ. പക്ഷേ സാർ, എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ വീട്ടിൽ രൂപയ്ക്ക് ഞാനുമായിട്ട് ബന്ധമുണ്ടല്ലോ. രൂപയേക്കാൾ പ്രായമുള്ള 6 പേരക്കുട്ടികളുണ്ട് ഓനച്ചന്. അതിൽ ഒരെണ്ണത്തിന്റെ കല്യാണം കഴിഞ്ഞു. അതെല്ലാം പോട്ടെ,
രൂപയുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഞാൻ സദാ ജാഗരൂകനായിരിക്കും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോന്നോളൂ. സാറിന് അത്ര വിശ്വാസമാണെങ്കിൽ ഞാൻ വരും. Hornets in the back. I'm a bad boy. I'm a road boy. വല്ലാതെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഒരു ഗസ്റ്റ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ നമ്മളൊന്ന് ഒരുക്കി നിൽക്കുന്നതല്ലേ അതിന്റെ ഒരു ഏത് ഓനച്ചിനെയും പശുവിനെ കുളിപ്പിക്കോ, പുല്ലിയെത്തോ, മാർക്കറ്റിൽ പോവോ ഒക്കെ വേണമെങ്കിൽ ആവാട്ടോ. ഞാനിവിടെ ഉണ്ടല്ലോ. ഓനച്ചന്റെ ഒരു കാര്യത്തിനും മുടക്കം വരാൻ പാടില്ല. ഛെ, ഒരു ഗസ്റ്റ് വരുമ്പോ ഉടമസ്ഥൻ വീട്ടിലുണ്ടാവണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. അതിന് ഓനച്ചനെ കാണാനല്ലോ അവള് വരുന്നത്. ആരെ കാണാൻ വരുന്നു എന്നുള്ളതല്ല, എവിടേക്ക് വരുന്നു എന്നുള്ളതാണ് വിഷയം. ഏയ് നിർത്ത് നിർത്ത്, ഒന്ന് തിരിച്ചേ. ഈ രണ്ട് കൃതാവിലും നരയുണ്ടായിരുന്നല്ലോ. ഓ, അത് ഞാൻ കറപ്പിച്ചു. എന്തിന്? ഇയാള് തല മുഴുവൻ കരിയി മുക്കി നടന്നിട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ എന്തിനാണെന്ന്. അങ്ങോട്ട് വാ. ഹലോ മിസ് രൂപ, ഐ ആം ഹലോ ഹലോ. ഹായ്, നൈസ് ടു മീറ്റ് യു. വിടും, ഇനി ഞാൻ ഷെയ്ക്കാൻ കൊടുക്കാം. ഓട്ടോ എവിടെയാട്ടാ? എത്രയാ? അയ്യോ, ഞാൻ കൊടുക്കാം. ഏയ്, ഓട്ടോയുടെ കാശ് ഞാൻ കൊടുക്കായിരുന്നു. അത് പിന്നെ കൊടുക്കാം, അടുത്ത പ്രാവശ്യം കൊടുക്കാം. ആ ബാഗ് എടുക്കടോ. കുട്ടി വരൂ. ആ ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. അയാള് കുറച്ച് ഓവർ ഫ്രീഡം കാണിക്കും. വിട്ടേക്ക്, കിളവനല്ലേ. പിടിക്ക. എന്നിട്ട് വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറി. ഈ മെഴുകുതിരി ഞാനും രൂപയൊക്കെ ഹിന്ദുക്കളാ. വെളിച്ചത്തിന് എവിടാടോ ജാതിയും മതമൊക്കെ? ഗൃഹപ്രവേശത്തിന് അഗ്നിയുടെ സാന്നിധ്യം നല്ലതല്ലേ കുഞ്ഞെ? അത് ഈ കുട്ടി സ്ഥിരതാമസത്തിന് വന്നൊന്നും അല്ലല്ലോ. ഒരു ദിവസമെങ്കിലും താമസിക്കുമല്ലോ. ഒരു കഥയില്ലാത്തവന്. മോള് വരൂ, വരൂ. ആ, വലതുകാല്. ആ, ആട്ടെ. ആ. ദാ. ഇവിടെ. ആ. അതാണ്. പശു. ആ പശു ഞാൻ വളർത്തുന്നതാ. അയ്യോ, പശു എന്ന് വെച്ചാ എനിക്ക് ജീവനാ. അപ്പൊ നമ്മൾ ഒരേ ടേസ്റ്റ് ആണല്ലേ? അതെ. കുട്ടി വരൂ. എന്റെ പശുവിനെ ഞാൻ തന്നെ കറന്ന് എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നല്ല ശുദ്ധമായ മിൽക്ക് ഷേക്ക് ഉണ്ട്. Is it? Yes, I will get you. ആദ്യം ഈ കുട്ടി ഒന്ന് വിശ്രമിക്കട്ടെ. വനച്ച യാത്ര ചെയ്ത് വന്നതല്ലേ. Okay. വിശ്രമിക്കാൻ ആ കുട്ടി ഉഗാണ്ടയിൽ നിന്നും വന്നതല്ലേ, ഇവിടെ അടുത്തൊന്നല്ലേ. Thank you. വെൽക്കം. നിങ്ങൾ ഞങ്ങളിപ്പോ കഴിക്കുന്നില്ലേ? കഴിച്ചേ ഉള്ളൂ. So nice.
താനല്ലേ പറഞ്ഞു ഇത്ര നാച്ചുറലായ സാധനങ്ങളൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടമല്ലെന്ന്. ഞാനൊന്നും ഈ രൂപയെ കണ്ടപ്പോ മുതലേ എനിക്കൊരാളെ ഓർമ്മ വന്നു. മോനച്ചന്റെ പേരക്കുട്ടിയായിരിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. വൺ ലിൻഡ. ഇതേ കണ്ണുകൾ, ഇതേ ചുണ്ടുകൾ. അപ്പൊ ലിൻഡ രൂപയുടെ അമ്മൂമ്മയായിരിക്കും. ദാ, ഇന്നു മുതൽ ഇതാണ് രൂപയുടെ ബെഡ്റൂം. ആ പിന്നെ ബൈ ദ ബൈ, വൈകുന്നേരം ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കങ്ങനെ അതൊക്കെ പ്രത്യേകിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. മനസ്സിലാക്കിയിട്ട് ഹോട്ടൽ താജിൽ ഓർഡർ ചെയ്യാം. വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കുന്നത് തൻ്റെ രീതി, എൻ്റെ സംസ്കാരമല്ല. ഇവിടെ ഞാൻ തന്നെ കുക്ക് ചെയ്യും, ഞാൻ തന്നെ സെർവ് ചെയ്യും. ടേക്ക് റെസ്റ്റ്. ഓ അശോക, എന്താ? ഇവിടെ വാ. അല്ല ഞങ്ങള് ആ കുട്ടി ഒന്ന് വിശ്രമിക്കട്ടെ, യാത്ര ചെയ്ത് വന്നതല്ലേ. ഇവിടെ വാ. അശോക, ഞാൻ വിചാരിച്ചതൊക്കെ മിടുക്കി അവള്. അതുകൊണ്ട് അശോക, വിഷമം തോന്നരുത്. ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. അശോകൻ വേറെ ഏതെങ്കിലും പോളിസിയെ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൾക്ക് തന്നേക്കാൾ കൂടുതൽ താല്പര്യം എന്നോടാ. തങ്കവസ്ത്രക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കഞ്ഞു മലയിൽ നേതിച്ചു കൊണ്ടുവരും ഇളതീർ